വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ്. അതിലെ ചാപ്റ്റർ 1 കാസ്കറ്റ്സ് ഓഫ് ലൈഫ്, ജീവന്റെ ചെപ്പുകൾ. മിന്നു വാസ് വാക്കിംഗ് along the beautiful garden in front of her house, humming a tune. വീടിൻ്റെ മുന്നിലുള്ള മനോഹരമായ പൂന്തോട്ടത്തിലൂടെ മൂളിപ്പാട്ടും പാടി നടക്കുകയായിരുന്നു മിന്നു. At once something pricked her. പെട്ടെന്ന് എന്തോ കയ്യിൽ കുത്തി. It's so painful. She was surprised when she saw a little black insect on her hand. എന്തൊരു വേദന! തൻ്റെ കയ്യിൽ കറുത്ത നിറത്തിലുള്ള ചെറുപ്രാണിയെ കണ്ടപ്പോൾ മിന്നുവിന് അത്ഭുതം. How tiny the creature is! എത്ര ചെറിയ ജീവി! Even smaller than an ant. There are so many kinds of plants and animals around us. വൈവിധ്യമാർന്ന എന്തെല്ലാം സസ്യങ്ങളും ജന്തുക്കളുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. Big, small, of different colors, shapes and so on. വലിയവ, ചെറിയവ, വിവിധ നിറങ്ങളിലുള്ളവ, വ്യത്യസ്ത ആകൃതിയിലുള്ളവ, അങ്ങനെ. Try to write down the organisms given below in the order of their size. താഴെ കൊടുത്ത ജീവികളെ വലിപ്പക്രമത്തിൽ ഒന്ന് എഴുതി നോക്കൂ. Let the biggest be the first. ആദ്യം വലിയ ജീവി തന്നെയാവട്ടെ. ഏതെല്ലാം ഓർഗാനിസമാണ് കൊടുത്തിട്ടുള്ളത്? ഗോട്ട്, ആട്, എലിഫാന്റ്, ആന, ക്യാമൽ, ഒട്ടകം, ആൻഡ്, ഉറുമ്പ്, ഹോഴ്സ്, കുതിര. ഇതിലെ ഏറ്റവും വലിയ ഓർഗാനിസം ഏതാണ്? എലിഫാന്റ്. അതിൻ്റെ തൊട്ടു കീഴെ ക്യാമൽ, നെക്സ്റ്റ് ഹോഴ്സ്, പിന്നെ ഗോട്ട്. ഈസ് ആൻഡ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ ഓൺ ലാൻഡ്? ഉറുമ്പാണോ കരയിലെ ഏറ്റവും ചെറിയ ജീവി? അല്ല. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ യു ഹാവ് സീൻ? നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഏതാണ് കൂട്ടുകാർ കണ്ട ചെറിയ ജീവി? Are there organisms smaller than this? ഇതിലും ചെറിയ ജീവികൾ ഉണ്ടോ? ഉണ്ട്. Won't there be even smaller organisms in water and air too? വെള്ളത്തിലും വായുവിലുമൊക്കെ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. How can we see minute organisms? വളരെ ചെറിയ ജീവികളെ എങ്ങനെ കാണാം? Shall we use a hand lens to see these minute organisms? ചെറിയ ജീവികളെ വലുതായി കാണാൻ നമുക്കൊരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചാലോ? Observe an ant with the help of a hand lens. ഉറുമ്പിനെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. How big does it appear? എത്രത്തോളം വലുതായി കാണുന്നുണ്ട്? Now observe a creature smaller than an ant using a hand lens. ഉറുമ്പിനേക്കാൾ ചെറിയൊരു ജീവിയെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. How can we observe organisms that cannot be seen by a naked eye? നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാം? Microscope. Microorganisms that cannot be seen by the naked eye can be observed through the microscope. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും. How small? Try doing this experiment. ഈ പരീക്ഷണം ചെയ്തു നോക്കൂ. Materials required: microscope, slide, cover glass,
ഹേ സോക്ക്ഡ് വാട്ടർ. ആവശ്യമായ സാമഗ്രികൾ: മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, വൈക്കോൽ ഇട്ടുവെച്ച വെള്ളം. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ഹേ സോക്ക്ഡ് വാട്ടർ ഓൺ എ സ്ലൈഡ്. മുൻകൂട്ടി തയ്യാറാക്കിയ ജല സാമ്പിളിൽ നിന്ന് ഒരു ചെറിയ തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക. പ്ലേസ് ദ കവർ ഗ്ലാസ് ആൻഡ് ദെൻ ഒബ്സർവ് ഇറ്റ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. വാട്ട് ക്യാൻ ബി സീൻ നൗ? എന്തെല്ലാം കാണുന്നുണ്ട്? While collecting water samples, the following things may be adopted. നിരീക്ഷണത്തിനായി ജലം ശേഖരിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ അവലംബിക്കാം. Collect water in which hay has decayed from harvested field. കൊയ്ത്തു കഴിഞ്ഞ പാടത്തുനിന്ന് വൈക്കോൽ ചീഞ്ഞ ജലം ശേഖരിക്കാം. Collect the remaining water from canals, pond, etc. which have started drying up. തോട്, കുളം എന്നിവ വറ്റിത്തുടങ്ങുമ്പോൾ അവശേഷിക്കുന്ന ജലവും അനുയോജ്യമാണ്. Take a handful of hay. Cut it into pieces and boil it in water. ഒരു പിടി വെക്കോലെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. Drain the water and cool it. ജലം ഊറ്റിയെടുത്ത് തണുപ്പിക്കുക. Mix this water with a spoonful of water collected from a stagnant water bed. Observe it after 3 days. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു സ്പൂൺ മലിനജലം ശേഖരിച്ച് ഇതിൽ ചേർത്ത് 3 ദിവസത്തിനു ശേഷം നിരീക്ഷിക്കാം. Don't you see tiny organisms moving in it? ചലിക്കുന്ന ചെറിയ ജീവികളെ കാണുന്നില്ലേ? Draw them in your science diary. ഇവയുടെ രൂപം ശാസ്ത്രപുസ്തകത്തിൽ വരയ്ക്കൂ. Could you observe any of the organisms given below? താഴെ കൊടുത്ത ചിത്രത്തിലെ ഏതെങ്കിലും ജീവികളെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞോ? കൂട്ടുകാര്, ഇതിലെ ഏതെങ്കിലും ഒരു ജീവിയെ കണ്ടോ? ഇവിടെ കൊടുത്തിട്ടുള്ള ജീവികൾ ഏതെല്ലാമാണ്? അമീബ, പാരമീസിയം, യുഗ്ലീന. Haven't you learned about bacteria, virus, etc. earlier? വൈറസ്, ബാക്ടീരിയ എന്നിവയെക്കുറിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. These are also microorganisms. അവയെപ്പോലെ ഈ ജീവികളും സൂക്ഷ്മജീവികളാണ്, അതായത് മൈക്രോ ഓർഗാനിസംസ് ആണ്. Organisms that cannot be seen by the naked eye are microorganisms. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ അഥവാ മൈക്രോ ഓർഗാനിസംസ്. Basis of life. Physiological activities take place in microorganisms too. ഈ സൂക്ഷ്മജീവികളിലും ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. What are their bodies made of? Find out using the given description. ഇവയുടെ ശരീരം നിർമ്മിച്ചത് എന്തുകൊണ്ടായിരിക്കും? വായനക്കുറിപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തൂ. Tiny units of the body. The body is made up of many small units. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. Even the body of the tiny ant is made up of thousands of such small units. ഒരു കുഞ്ഞുറുമ്പിന്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറു ഘടകങ്ങളാൽ നിർമ്മിതമാണ്. These small units of the body are called cells. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെ കോശങ്ങൾ അഥവാ സെൽസ് എന്നു പറയുന്നു. There are organisms with only one cell. They are unicellular organisms. ഒരു കോശം മാത്രമുള്ള ജീവികളുമുണ്ട്. ഇവയാണ് ഏകകോശ ജീവികൾ, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ etc. ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ
ഏകകോശ ജീവികളാണ്. ഓർഗാനിസംസ് വിത്ത് മോർ ദാൻ വൺ സെൽ ഇൻ ദെയർ ബോഡി ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ, അതായത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ജന്തുക്കളും സസ്യങ്ങളുമെല്ലാം ബഹുകോശ ജീവികളാണ്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. What you observe through the microscope are unicellular organisms. നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത് ഇത്തരം ഏകകോശ ജീവികളെയാണ്. Why is it that these unicellular organisms are invisibly small while the ant is larger than them? ഈ ജീവികളുടെ ശരീരം കാണാൻ കഴിയാത്ത വിധം ചെറുതായിരിക്കാനും ഉറുമ്പിന്റെ ശരീരം കുറെ കൂടി വലുതായിരിക്കാനും എന്തായിരിക്കും കാരണം? Do cells grow up with the child? Note down your guess. കുട്ടി വളർന്നു വലുതാകുമ്പോൾ കോശങ്ങൾ വലുതാകുന്നുണ്ടോ? നിങ്ങളുടെ ഊഹം എഴുതൂ. Let us observe the cells of two persons of different age groups to find this. ഇത് കണ്ടെത്താനായി നമുക്ക് വ്യത്യസ്ത പ്രായത്തിലുള്ള രണ്ട് ആളുകളുടെ കോശങ്ങൾ നിരീക്ഷിക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്: മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, പ്യുവർ വാട്ടർ, മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ, 2 ന്യൂ ടൂത്ത് ബ്രഷസ് ആൻഡ് കവർ ഗ്ലാസ്. ആവശ്യമായ സാമഗ്രികൾ: മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, ശുദ്ധജലം, മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ, 2 പുതിയ ടൂത്ത് ബ്രഷ്, കവർ ഗ്ലാസ്. Observe the cheek cell of a child and those of a teacher through a microscope. ഒരു കുട്ടിയുടെയും അധ്യാപകന്റെയും കവിളിലെ കോശങ്ങൾ ശ്രദ്ധാപൂർവം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. Are these cells the same as the figure shown below? മൈക്രോസ്കോപ്പിലൂടെ കണ്ട ചിത്രങ്ങൾ താഴെ കാണും വിധമാണോ? Method of collecting cheek cells. Wash the mouth thoroughly with clean water. ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക. Scrape the internal surface of the cheek using a new toothbrush. ഒരു പുതിയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കവിളിന്റെ ഉൾവശം ചുരണ്ടുക. Place the cheek scrap in the drop of water on the slide. ബ്രഷിൽ പറ്റിയിരിക്കുന്ന കവിൾ ചർമ്മത്തിന്റെ അംശങ്ങൾ സ്ലൈഡിന്റെ മധ്യത്തിലുള്ള ഒരു തുള്ളി ജലത്തിലേക്ക് മാറ്റുക. Spread this and add a drop of stain. ഇത് അല്പം പരത്തി ഒരു തുള്ളി സ്റ്റെയിൻ ചേർക്കുക. സ്റ്റെയിൻ സെൽസിന് നിറം നൽകാനാണ്. Cover it with the cover glass and observe the slide through the microscope. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുക. Do you notice any difference in the size of the cheek cells of the child and the adult? Compare your findings with the guess you made. കുട്ടിയുടെയും മുതിർന്ന ആളുടെയും കവിളിലെ കോശങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഊഹവുമായി താരതമ്യം ചെയ്യൂ. How does the body grow without bringing about any change in the size of the cells? കോശങ്ങളുടെ വലിപ്പം വ്യത്യാസപ്പെടാതെ എങ്ങനെയാണ് ശരീരം വലുതാവുന്നത്? Observe the picture and draw your inferences. ചിത്രം നിരീക്ഷിച്ച് നിഗമനങ്ങൾ രൂപീകരിക്കൂ. Do we use big bricks for building big houses and small ones for small houses? What is the reason for the difference in the size of houses? വലിയ വീട് നിർമ്മിക്കാൻ വലിയ ഇഷ്ടികയും ചെറിയ വീട് നിർമ്മിക്കാൻ ചെറിയ ഇഷ്ടികയുമാണോ നാം ഉപയോഗിക്കുന്നത്? എങ്കിൽ വീടുകളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്തായിരിക്കും? ഇഷ്ടികയുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്, അല്ലേ? How many cells? It is said that there are millions of cells in the human body. മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങൾ ഉണ്ടത്രേ.
If so, how large would be the number of cells in the body of an elephant? അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്രമാത്രം കോശങ്ങൾ ഉണ്ടായിരിക്കും? Based on this, find out the reason for the difference in the size of organisms. Write it down in your science diary. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവികളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. എന്താണ് കാരണം? The number of cells is more in large animals and less in small animals. വലിയ മൃഗങ്ങളിൽ കോശങ്ങളുടെ എണ്ണം കൂടുതലാണ്, ചെറിയ മൃഗങ്ങളിൽ കുറവാണ്. As the size of organism increases, the size of the cell does not increases. There is an increase in the number of cells. ജീവിയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് കോശത്തിന്റെ വലിപ്പം കൂടുന്നില്ല, കോശങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. The cells of organism differ in their structure, shape and size. ജീവികളുടെ കോശങ്ങൾ അതിൻ്റെ സ്ട്രക്ചറിലും ഷേപ്പിലും സൈസിലുമെല്ലാം വ്യത്യാസം കാണിക്കും. Different types of cells. Is the shape of all the cells in a human body the same as that of cheek cells? മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും ആകൃതി കവിളിലെ കോശങ്ങളുടേതുപോലെയാണോ? Try to do this activity. ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. Take the slide of blood cells from the school lab and observe it through a microscope. സ്കൂൾ ലാബിൽ നിന്ന് രക്തകോശത്തിന്റെ സ്ലൈഡ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. Is the shape of these cells similar to the cheek cells which we observed earlier? നേരത്തെ നിരീക്ഷിച്ച കവിളിലെ കോശങ്ങളുടെ ആകൃതി തന്നെയാണോ ഈ കോശങ്ങൾക്കുമുള്ളത്? Identify the cells given below and write them down. ചുവടെ കൊടുത്ത ചിത്രങ്ങൾ ഏതു കോശങ്ങളുടേതാണെന്ന് കണ്ടെത്തി എഴുതൂ. താഴെ കൊടുത്തിട്ടുള്ള സെൽസ് ഏതൊക്കെയാണ്? ആദ്യത്തെ ഏത് ടൈപ്പ് ഓഫ് സെല്ലാണ്? ബ്ലഡ് സെൽസ്. രണ്ടാമത്തെ ചീക്ക് സെൽസ്. There are different type of cells in the human body. മനുഷ്യ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട്. മസിൽ സെൽ, പേശികോശം, ന്യൂറോൺ, നാഡീകോശം. There are different types of cells like these in multicellular organisms. ബഹുകോശ ജീവികളിൽ ഇതുപോലെ വിവിധതരം കോശങ്ങളുണ്ട്. Inside the cell. Now we have learned about different kinds of cells. കോശങ്ങളുടെ വൈവിധ്യം നാം മനസ്സിലാക്കിയല്ലോ. There are certain common components in all cells. എല്ലാ കോശങ്ങളിലും പൊതുവായ ചില ഘടകങ്ങളുണ്ട്. Examine the figure of the animal cell and note down the parts of the cell in your science diary. ജന്തുകോശ ചിത്രം പരിശോധിച്ച് കോശത്തിന്റെ ഭാഗങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അനിമൽ സെല്ലിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, cell membrane, etc. are some of the important parts of a cell. Nucleus, മർമ്മം, സൈറ്റോപ്ലാസം, കോശദ്രവ്യം, സെൽ മെംബ്രെയിൻ, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. ന്യൂക്ലിയസ് ഈസ് ദ സെന്റർ ഓഫ് ദ സെൽ. കോശത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ് അഥവാ മർമ്മം. സെൽ മെംബ്രെയിൻ ഈസ് ദ കവറിംഗ് ഓഫ് ദ സെൽ. കോശത്തിന്റെ ആവരണമാണ് സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം. ദ മെട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഈസ് ദ സൈറ്റോപ്ലാസം. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം അതായത് സൈറ്റോപ്ലാസം. Draw the following figures in your science diary and label the parts. താഴെ കൊടുത്ത ചിത്രങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ വരച്ച് കോശഭാഗങ്ങൾ രേഖപ്പെടുത്തൂ. വൈറ്റ് ബ്ലഡ് സെൽ, വെളുത്ത രക്തകോശം. ചീക്ക് സെൽ, കവിളിലെ കോശം.
ഏതൊക്കെ പാർട്സ് ആണ് കൂട്ടുകാർ പഠിച്ചത്? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. ഈ സെല്ലുകളിൽ ആ പാർട്സുകൾ അടയാളപ്പെടുത്തുമല്ലോ. We have identified that the animal body is made up of cells. Now, what about the plant body? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നാം മനസ്സിലാക്കി. എന്നാൽ സസ്യശരീരമോ? Plant body. Let us examine a part of a plant. ഏതെങ്കിലും ഒരു സസ്യഭാഗം നമുക്ക് പരിശോധിക്കാം. Observe the onion peel through a microscope. ഉള്ളിത്തൊലി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. Draw the outline of the shape you have observed in your science diary. Compare it with the figure given below. നിങ്ങൾ നിരീക്ഷിച്ച രൂപം ശാസ്ത്രപുസ്തകത്തിൽ വരയ്ക്കണം. താഴെ നൽകിയിട്ടുള്ള ചിത്രവുമായി താരതമ്യം ചെയ്യൂ. Method of preparing slide. Remove the dry outer layers of onion. Then peel off the thin layer from the fleshy part. ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലികൾ കളഞ്ഞ ശേഷം മാംസങ്ങളായ ഭാഗത്തു നിന്ന് നേർത്ത തൊലി ചീന്തിയെടുക്കുക. Keep this in water in a watch glass. ഇത് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിൽ വെക്കുക. After staining it, saffronin, place a small portion on a slide by using a brush. സാഫ്രാനിൽ സ്റ്റെയിൻ ചെയ്ത ശേഷം ബ്രഷ് കൊണ്ട് ഒരു ചെറിയ ഭാഗം സ്ലൈഡിൽ വെക്കുക. Cover it with cover glass. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. Diversity in plant cells too. Haven't you observed guard cells in your lower classes? മുൻ ക്ലാസ്സിൽ നിങ്ങൾ കാവൽ കോശങ്ങൾ, അതായത് ഗാർഡ് സെൽ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. Don't you see other cells also with the guard cells in the given figure? തന്നിരിക്കുന്ന ചിത്രത്തിൽ കാവൽ കോശങ്ങളോടൊപ്പം വേറെയും കോശങ്ങൾ കാണുന്നില്ലേ? Are the guard cells, the other cells in the leaves and the cells in the onion peel same in shape and size? Compare and write the inference in the science diary. കാവൽ കോശങ്ങൾ, ഇലയിലെ മറ്റു കോശങ്ങൾ, ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ എന്നിവ ആകൃതി, വലുപ്പം എന്നീ കാര്യങ്ങളിൽ ഒരുപോലെയാണോ? താരതമ്യം ചെയ്ത് നിങ്ങളുടെ നിഗമനം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. Are the parts you have labeled in animal cells seen in plant cell too? ജന്തുകോശങ്ങളിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയ കോശഭാഗങ്ങളെല്ലാം സസ്യകോശങ്ങളിലുണ്ടോ? Is there any part in a plant cell which is not there in an animal cell? ജന്തുകോശങ്ങളിൽ കാണാത്ത എന്തെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ ഉണ്ടോ? അനിമൽ സെൽ, പ്ലാന്റ് സെൽ. ഏതെല്ലാം പാർട്സ് ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്? ന്യൂക്ലിയസ്, മർമ്മം, സൈറ്റോപ്ലാസം, കോശദ്രവ്യം, വാക്യൂൾ, സെൽ മെംബ്രെയിൻ, കോശസ്തരം. ഈ പാർട്സ് എല്ലാം ജന്തുകോശത്തിനും സസ്യകോശത്തിനും ഒരേപോലെ ഉള്ളതാണ്. സസ്യകോശത്തിന് മാത്രമുള്ളവ ഏതൊക്കെയാണെന്ന് നോക്കൂ. ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകം, സെൽ വാൾ, കോശഭിത്തി. Compare the figures and consolidate your findings in the table. ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികയിൽ ക്രോഡീകരിക്കൂ. പാർട്സ് ഓഫ് ദ സെൽ, അനിമൽ സെൽ, പ്ലാന്റ് സെൽ. ആദ്യത്തെ പാർട്ട് ഏതാണെന്ന് നോക്കൂ. ന്യൂക്ലിയസ്. അനിമൽ സെല്ലിലുമുണ്ട്, പ്ലാന്റ് സെല്ലിലുമുണ്ട്. സെൽ വാൾ അനിമൽ സെല്ലിലില്ല, പ്ലാന്റ് സെല്ലിലുണ്ട്. അടുത്തത് ഏത് പാർട്ടാണ്? സൈറ്റോപ്ലാസം. അനിമൽ സെല്ലിലുമുണ്ട്, പ്ലാന്റ് സെല്ലിലുമുണ്ട്. സെൽ മെംബ്രെയിൻ അനിമൽ സെല്ലിലുമുണ്ട്, പ്ലാന്റ് സെല്ലിലുമുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് അനിമൽ സെല്ലിലില്ല, പ്ലാന്റ് സെല്ലിലുണ്ട്. വാക്യൂൾ അനിമൽ സെല്ലിലുണ്ട്, പ്ലാന്റ് സെല്ലിലുമുണ്ട്. You have noticed the differences between plant and animal cells. സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കൂ. Write down your findings in the science diary. നിങ്ങൾ കണ്ടെത്തിയവ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. Are the different parts of a plant made up of similar kinds of cells?
വിവിധ സസ്യഭാഗങ്ങൾ ഒരേതരം കോശങ്ങൾ കൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? Take a cross section of a tender stem of a plant using a sharp blade. മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ഒരു ചെടിയുടെ ഇളം തണ്ടിൽ നിന്ന് കുറുകെയുള്ള ഛേദമെടുക്കുക. It should be thin and complete. ഛേദം നേർത്തതും പൂർണ്ണവുമാവണം. Place the section on a slide and observe it through the microscope. ഇത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. You can see different types of plant cells. വിവിധതരം സസ്യകോശങ്ങൾ കാണുന്നില്ലേ? We have learned that the body of animals and plants are made up of cells. ജന്തുശരീരവും സസ്യശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നാം കണ്ടെത്തി. Plants and animals have cells that differ in shape and size. ജന്തുക്കളിലും സസ്യങ്ങളിലുമെല്ലാം വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കോശങ്ങളുണ്ട്. The life-sustaining activities take place by the coordination of these cells. ഈ കോശങ്ങളുടെ കൂട്ടായ്മയിലാണ് ജീവൻ നിലനിർത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Let us assess. Do you agree with the following statements? Explain. താഴെ പറയുന്ന പ്രസ്താവനകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കുക. A. Hand lens, microscope, etc. may be used for observing cells. കോശങ്ങളെ കാണാൻ ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ് എന്നിവ ഉപയോഗിക്കാം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. Yes, hand lens, microscope, etc. may be used for observing cells, but we can use the microscope to see the cells better than the hand lens. അതെ, കോശങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ് തുടങ്ങിയവ ഉപയോഗിക്കാം. എന്നാൽ ഹാൻഡ് ലെൻസിനേക്കാൾ മികച്ച കോശങ്ങൾ കാണാൻ നമുക്ക് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാം. B. There are organisms on the earth with only one cell. ഒരു കോശം മാത്രമുള്ള ജീവികളും ഭൂമിയിലുണ്ട്. ശരിയാണ്. Yes, there are organisms on the earth with only one cell. This type of organisms are called unicellular organism, and this single cell can do all the basic activities. അതെ, ഒരു കോശം മാത്രമുള്ള ജീവികൾ ഭൂമിയിലുണ്ട്. ഇത്തരത്തിലുള്ള ജീവികളെ ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നു. മാത്രമല്ല, ഈ ഒരൊറ്റ കോശത്തിന് എല്ലാ അടിസ്ഥാന പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയും. C. The difference in the size of the organisms is due to the difference in the size of cells. ജീവികളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ വലിപ്പ വ്യത്യാസമാണ്. തെറ്റാണ്. No, the difference in the size of the organism is due to the number of cells in their body. That is, the number of cells is more in large animals and less in small animals. ഇല്ല, ജീവികളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസത്തിന് കാരണം അവയുടെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണമാണ്. അതായത്, കോശങ്ങളുടെ എണ്ണം വലിയ മൃഗങ്ങളിൽ കൂടുതലും ചെറിയ മൃഗങ്ങളിൽ കുറവുമാണ്. D. All cells in an organism are of the same kind. ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും ഒരുപോലെ ആയിരിക്കും. തെറ്റാണ്. No, all cells in an organism are not of the same kind. They are differ in their structure, shape and size. അല്ല, ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും ഒരേപോലെ ഉള്ളവയല്ല. അവയുടെ ഘടന, ആകൃതി, വലുപ്പം എന്നിവയിൽ വ്യത്യാസമുണ്ട്. Given below in the table are a few details prepared by a child comparing animal cell and plant cell. ജന്തുകോശവും സസ്യകോശവും താരതമ്യം ചെയ്ത് ഒരു കുട്ടി തയ്യാറാക്കിയ പട്ടികയിലെ
ചില വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫില്ലിംഗ് പാർട്സ് ഓഫ് ദ സെൽ. കോശഭാഗങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കൂ. പാർട്സ് ഓഫ് ദ സെൽ: പ്ലാന്റ് സെൽ, അനിമൽ സെൽ. പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലുമുള്ള പാർട്ട് ഏതാണ്? ന്യൂക്ലിയസ്. പ്ലാന്റ് സെല്ലിലെ ലാർജും അനിമൽ സെല്ലിലെ സ്മോളുമായിട്ടുള്ള പാർട്ട് ഏതാണ്? വാക്യൂൾ. പ്ലാന്റ് സെല്ലിലുണ്ട്, അനിമൽ സെല്ലിലില്ല. ക്ലോറോപ്ലാസ്റ്റ്. പ്ലാന്റ് സെല്ലിലുണ്ട്, അനിമൽ സെല്ലിലുമുണ്ട്. സൈറ്റോപ്ലാസം. പ്ലാന്റ് സെല്ലിലുണ്ട്, അനിമൽ സെല്ലിലില്ല. സെൽ വാൾ.